ഈ ലോക്ക്ഡൗൺ കാലത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മുടെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ജാക്ലിൻ മൈക്കിളാണ്. നമസ്കാരം ഡോക്ടർ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഫ്ലേവേഴ്സ് ആൻഡ് വീൽസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഐ നോ ഇപ്പോൾ നമ്മളൊക്കെ ഒരു വളരെ സ്ട്രെസ്ഫുള്ളായ ഒരു ടൈമിൽ കൂടെ പോവുക അല്ലേ. ലോക്ക്ഡൗണും മറ്റ് എല്ലാ സ്ട്രെസ്സസിലും പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള പലരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നവരാണ്, നഴ്സിംഗ് ഹോംസിൽ വർക്ക് ചെയ്യുന്നവരാണ്. സോ ഐ റിയലി അപ്രീഷിയേറ്റ് യു രഞ്ജു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തതിലും. ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ദറ്റ് ദിസ് ഇൻ്റർവ്യൂ ഇസ് ഗോൺ ബി ഫാൻറ്റാസ്റ്റിക് ആൻഡ് ഇറ്റ്സ് ഗോൺ ബി ഹെൽപ്പ്, ഒരു പ്രാക്ടിക്കലായ കുറേ ഹെൽപ്പ്, ഒരു കുറേ ആശ്വാസവും കൂടെ പകരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് കൂടുതൽ പേരും വീട്ടിലിരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ജോലി ഇല്ലാത്തവരും കാണും. അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മൾ വീട്ടിലിരുന്ന് കഴിയുമ്പോൾ ആകെപ്പാടെ ഒരു വിരസത അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാനസികമായിട്ടൊരു ഊർജ്ജം കിട്ടുന്നതിന് എന്താണ് ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മളിപ്പം പൊതുവെ എല്ലാവരും തന്നെ അല്ലേ, നമ്മളെല്ലാവരും വീട്ടിലാണ്. ഒത്തിരി പേര് നമ്മൾ കുറച്ച് പേര് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ച് പേര് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നു. ഇതുവരെയും വീട്ടിൽ ജോലി ചെയ്യാത്ത ആൾക്കാരൊക്കെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. വേറെ പലർക്കും ജോലി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവേഴ്സ് കട്ട് ഡൗൺ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ റിയലി കോംപ്ലെക്സ് സിറ്റുവേഷൻ. പക്ഷേ ഇവിടെ നമുക്ക് വളരെ ക്രിയാത്മകമായിട്ട് ചിന്തിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദ ഫസ്റ്റ് തിങ് ഇസ് നമ്മൾ ആ ഒരു സ്ലിപ്പറി സ്ലോപ്പ് ഉണ്ടല്ലോ, ഈ ജങ്ക് ഫുഡ് കഴിച്ച് ആ ഒരു സ്ലിപ്പറി സ്ലോപ്പിലേക്ക് നമ്മൾ പോകാതിരിക്കുക. കാരണം എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓൺ ചെയ്ത് ചാനൽ സർഫ് ചെയ്ത് പോപ്കോൺ കഴിച്ച് ചിപ്സ് അടിച്ച് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ ജങ്ക് ഫുഡിലോട്ട് പോകും. സോ ദാറ്റ് ബിവെയർ ഓഫ് ദാറ്റ്. സോ അതിനെ പ്രതിരോധിക്കാൻ എന്താ നമുക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് തിങ് ഇസ് മേക്ക് സം ഹെൽത്തി സ്നാക്സ്. ഈ കുക്കുംബറും ക്യാരറ്റ്സും അങ്ങനെ കുറേ സാധനങ്ങൾ, ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് രാവിലെ തന്നെ വെച്ചാൽ അത് തന്നെ കൗച്ച് സർഫിങ്, അത് നെറ്റ്ഫ്ലിക്സ് അടിച്ച് അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ ഇരുന്ന് സിനിമ കാണുന്ന ശീലം ഉണ്ടെങ്കിൽ മേക്ക് യുവർ ഹെൽത്തി സ്നാക്സ് ഫസ്റ്റ്. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പോപ്കോണിനും ചിപ്സിനും ഡിപ്സിനും പോകുന്നതിന് മുൻപ് മേക്ക് യുവർ ഹെൽത്തി സ്നാക്സ്. ദാറ്റ്സ് വൺ തിങ്. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ വർക്കിംഗ് ഫ്രം ഹോം. അത് വളരെ സ്ട്രെസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് കുട്ടികളുള്ളപ്പം. അന്നേരം നമ്മൾ വിചാരിക്കും ഒരു ഇച്ചിരി സമയം കിട്ടിയാൽ നമ്മൾ കട്ടക്കിരുന്ന് പണി അങ്ങ് ചെയ്യാം. അപ്പോൾ കട്ടക്കിരുന്ന് പണി ചെയ്യുമ്പോൾ നമ്മൾ മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. സോ ദാറ്റ് ഈസ് വെരി ബാഡ്, ബിക്കോസ് വി ഷുഡൻ ബി സിറ്റിംഗ് ഫോർ മോർ ദാൻ ലൈക്ക് ആൻ അവർ ഓർ സോ അറ്റ് എ സ്ട്രെച്ച്. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ ഇരിക്കും. ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചായ കുടിക്കാനും അതിനൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കണം. സോ വി ഷുഡ് മേക്ക് ഇറ്റ് എ പോയിൻറ്റ് ദാറ്റ് അറ്റ്ലീസ്റ്റ് എവറി അവർ വി വിൽ സ്റ്റാൻഡ് അപ്പ്, വി വിൽ സ്ട്രെച്ച്, വി വിൽ ഡു എ ബിറ്റ് ഓഫ് എക്സസൈസ്. ആ മോണോട്ടോണി ഒന്ന് ബ്രേക്ക് ചെയ്യുക, because that is really important for our blood flow and for our health. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് പിള്ളേരുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു, പ്രത്യേകിച്ച് ഹൈസ്കൂളിലും പ്രൈമറി സ്കൂളിലൊക്കെ ഉള്ള കുട്ടികളുമായിട്ട്. അപ്പം നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വിചാരം അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും സ്കൂളിലായിരുന്നെങ്കിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്. സോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ടൈം, ലെറ്റ് ദം ചിൽ ഔട്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കണം അവർ, ബട്ട് ലെറ്റ് us do it creatively. ഫോർ എക്സാമ്പിൾ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വെയിങ് മെഷീൻ എടുത്ത് അവർക്ക് കൊടുക്കുക, ലെറ്റ് them weigh different things, find the measurements of that. ഒരു സ്കെയിൽ അല്ലെങ്കിൽ റൂളർ എടുത്ത് കൊടുക്കുക, അവരോടി നടന്ന് പെരിമീറ്ററും ഏരിയയൊക്കെ അത് വെച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ തിങ്ക് ഓഫ് ക്രിയേറ്റീവ് വേസ് ടു ഹെൽപ്പ് them ലേൺ. അവർക്ക് ലേണിംഗ് ആണെന്ന് തോന്നരുത്. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് രഞ്ജു, ഞാൻ എൻ്റെ കിച്ചണിൽ വോളിൽ ഒരു വലിയൊരു മാപ്പ്, ഗ്ലോബൽ മാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഇവർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോഴും വെറുതെ ഇരിക്കുന്ന സമയത്ത് ആക്ച്വലി വാട്ട് ദേ ഡു, ദേ പ്ലേ അമംഗ് ദംസെൽസ്. അവർ ഇങ്ങനെ കൺട്രീസിൻ്റെ ക്യാപിറ്റൽസ് കണ്ടുപിടിക്കുക, ഓരോ കോണ്ടിനെൻറ്റിൽ ഏതൊക്കെ കൺട്രീസ് ഉണ്ട്. അത് കുഞ്ഞു കുട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ആൻഡ് ദേ ആർ റിയലി യൂസിങ് ദാറ്റ് ടൈം ടു എക്സ്പാൻഡ് ദെയർ ലേണിംഗ്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ യങ് ചിൽഡ്രൻ. ടീനേജേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇറ്റ്സ് സംതിങ് വെരി കീ കേട്ടോ. നമ്മളൊക്കെ വിചാരിക്കുക അവർ വളരെ ലേസിയാണ്, താമസിച്ചാണ് ഉറങ്ങുന്നത്, താമസിച്ചാണ് ഉണരുന്നത്. പക്ഷെ ശരിക്കും അവരുടെ കുഴപ്പമല്ല. ബയോളജിക്കലി തന്നെ അഡോളസൻസിലേക്ക് മാറുമ്പം ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. അതായത് അവർ ഇച്ചിരി ഒരു 11 o'clock ഒക്കെ ആകുമ്പോഴേ അവർക്ക് ശരിക്കും ഉറക്കം വരികയുള്ളൂ. അവർക്കൊരു 9 hours സ്ലീപ്പ് എങ്കിലും വേണം. നമുക്കൊക്കെ ആണെങ്കിൽ ഒരു 7.5 to 8 വി ഡു നീഡ് സ്ലീപ്പ്, വി നീഡ് only so much, ബട്ട് ദേ നീഡ് അബൌട്ട് an hour എക്സ്ട്രാ. അപ്പോൾ അവരൊരു ഇച്ചിരി 7 മണി അല്ല 8 മണി 9 മണിക്ക് എണീക്കുന്ന വെച്ചാൽ നമ്മൾ വലിയ ഭൂകമ്പമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇഫ് വി സ്റ്റോപ്പ് ദാറ്റ് ഇറ്റ് സെൽഫ് നമുക്ക് കുറേ ആശ്വാസം കിട്ടും കേട്ടോ. നമ്മൾ അവരുടെ പുറന്ന് നടക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ സ്ട്രെസ് വരുന്നത്. സോ ദാറ്റ്സ് അനദർ തിങ്.
chill out with the kids, let them wake up say 8 o'clock or 9, but then give them a schedule of what to do and things like that. So I think this kind of covers most of the important things that we have to look at. അല്ലെ നമ്മൾ വീട്ടിലിരിക്കുമ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, പ്രത്യേകിച്ച് നമ്മൾ ട്രോപ്പിക്കൽ വെതറിൽ നിന്നും വരുന്നവരായതുകൊണ്ട്? വൈറ്റമിൻ ഡി വളരെ രസകരമായൊരു സംഭവമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും കാലം വിചാരിച്ചത് നമ്മളൊരു കോഡ് ലിവർ ഓയിലിൻ്റെ ക്യാപ്സ്യൂളോ വൈറ്റമിൻ ഡി ഒക്കെ വാണ്ടൽ ചങ്ക്രാന്തിലൊക്കെ അല്പം കഴിച്ചാലൊക്കെ മതി, ഇറ്റ്സ് ഓക്കെ എന്നൊരു ഐഡിയയിൽ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ശരിക്കും നമ്മളത് വൈറ്റമിൻ ഡി പറ്റി ഇച്ചിരി ഒന്ന് അറിഞ്ഞിരിക്കുന്ന കൊള്ളാം. നമ്മൾ കഴിഞ്ഞ ഒരു 10-20 ഇയേഴ്സിൽ ഒത്തിരി സ്റ്റഡീസ് ഇറങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഡി. ഇപ്പം ആദ്യമൊക്കെ നമ്മളുടെ വിചാരം വൈറ്റമിൻ ഡി ഈസ് മെയിൻലി നെസസറി ഇപ്പോൾ ബോൺ ഹെൽത്ത്, അല്ലേ, നല്ല ഉറപ്പ് കാൽസ്യം അബ്സോർപ്ഷന് നല്ല ഉറപ്പുള്ള എല്ലിനൊക്കെയാണ് വൈറ്റമിൻ ഡി വേണ്ടതെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസൊക്കെ കാണിക്കുന്നത് ഇൻഫെക്ഷൻ ബാറ്റിൽ ചെയ്യാൻ, ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യാനായിട്ടൊക്കെ വൈറ്റമിൻ ഡിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ബിക്കോസ് ദർ വാസ് എ സ്റ്റഡി റീസെൻ്റ്ലി ഇൻ ജപ്പാൻ വിച്ച് ഷോഡ് ദാറ്റ് ദോസ് ഹു ഹാഡ് ഇനഫ് വൈറ്റമിൻ ഡി, ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഉള്ള ആൾക്കാർക്ക് ഫ്ലൂ ഒക്കെ വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ TB ഒക്കെ കൂടുതൽ, വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാർക്ക് TB ഒക്കെ കൂടുതൽ വരാനായിട്ടൊക്കെ സാധ്യത. പല സ്റ്റഡീസ് ഉണ്ട് ഇതിനെപ്പറ്റി. ആൻഡ് റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ കൊറോണ വൈറസ് കോവിഡിൻ്റെ സമയത്തും ദർ ഇസ് ദിസ് ടോക്ക് അബൌട്ട് വൈറ്റമിൻ ഡി. സോ വാട്ട് ഡസ് വൈറ്റമിൻ ഡി ഡു ഫോർ യു? It helps you fight infections better. ഓക്കെ, എസ്പെഷ്യലി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇറ്റ് ഹെൽപ്സ് യു ഫൈറ്റ് ഇൻഫെക്ഷൻ ബെറ്റർ. അപ്പം നമ്മുടെ പ്രശ്നം എന്ന് അറിയാമോ, നമുക്ക് നല്ല ഡാർക്ക് സ്കിന്നല്ലേ, നമ്മുടെ സ്കിന്നിൽ മെലനിൻ കൂടുതലാണ് നമ്മൾ ഇന്ത്യൻസിനൊക്കെ. പക്ഷേ നമുക്കാണെങ്കിൽ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് ചതുർത്തിയാണ്. നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ട് UV കുടയൊക്കെ പിടിച്ചല്ലേ നാട്ടിൽ നടക്കുന്നത്, ഇവിടെയൊക്കെ അതുപോലൊക്കെ തന്നെയല്ലേ. അപ്പം ഇതുകൊണ്ട് സംഭവിക്കുന്നത് വി ആർ നോട്ട് പ്രൊഡ്യൂസിങ് ഇനഫ് വൈറ്റമിൻ ഡി, വി ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് സൺലൈറ്റ് ഓൺ അവർ ബോഡി. മാത്രമല്ല നമ്മൾ ധാരാളം വസ്ത്രങ്ങളൊക്കെ കേട്ടല്ലേ പുറത്ത് പോകുന്നത്. So we are not making enough vitamin D, and sunlight has other benefits too. സോ ഇതിനൊരു കുഞ്ഞു കാര്യമുള്ളൂ. നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആണോ വീട്ടിലാണെങ്കിലും ലെറ്റ്സ് ജസ്റ്റ് ഗോ ഔട്ട് ഇൻ ദ മോർണിംഗ്. രാവിലെ ഒരു 10-15 മിനിറ്റ് പുറത്ത്, വൈകുന്നേരം ഒരു 10-15 മിനിറ്റ് പുറത്ത്. ഇച്ചിരി വെയിലൊക്കെ നമ്മൾ കൊള്ളണം. അന്നേരം നമ്മുടെ സ്കിന്നിൽ ത്വക്കൊക്കെ ഇച്ചിരി ഒന്ന് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ബോഡിയിൽ നന്നായിട്ട് സൺലൈറ്റ് ഇട്ട് ആവശ്യത്തിന് വൈറ്റമിൻ ഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഓൾറെഡി ഉള്ളവർക്ക് ദാറ്റ്സ് നോട്ട് ഇനഫ്. നമ്മൾ സൺലൈറ്റ് കൊണ്ട് നമുക്ക് ആ ഡെഫിഷ്യൻസി നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ വി നീഡ് ടു ടേക്ക് സപ്ലിമെൻറ്റേഷൻ. സോ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 50 to 70 നാനോഗ്രാം പെർ ml നമുക്ക് അതിൽ കുറവാണ് നമ്മുടെ ലെവൽസ് എങ്കിൽ വി ഹാവ് എ ഡെഫിഷ്യൻസി, അല്ലേ. സോ ഇൽ ബി സെഡ് നമ്മൾ നിങ്ങളുടെ ബ്ലഡ് റിസൾട്ട്സിൽ നോക്കുമ്പോൾ കാണാം അവർ ഡെഫിഷ്യൻ്റ് ആണോ ഇൻസഫിഷ്യൻ്റ് ആണോ. ഇൻസഫിഷ്യൻ്റ് ഒക്കെ പ്രശ്നമാണ്. നമുക്ക് അവിടെ വി ഷുഡ് ബ്രിങ് ഇറ്റ് അബവ് 50. ഓക്കെ, സോ അവിടെ യു കൻ ഐദർ ടോക്ക് വിത്ത് യുവർ ഡോക്ടർ ഓർ യു കൻ ടേക്ക് സപ്ലിമെൻറ്റ്സ്. I think, as I said, between 1,000 to 5,000 international units should not be too much of a problem. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ, if you're watching this from India, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് 40,000 international unitsൻ്റെയും 60,000 international unitsൻ്റെയും ജെൽ ക്യാപ്സ്യൂൾസും സാഷേസ് ഒക്കെ കിട്ടും. അതാണെങ്കിൽ ഒരു once a week അല്ലെങ്കിൽ once every 2 weeks ഒക്കെ കഴിച്ചാൽ മതി. അപ്പം നമ്മുടെ ആ ഡെഫിഷ്യൻസി അങ്ങ് മാറി കിട്ടും. അത് കഴിഞ്ഞ് ഒരു once a month ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി, ആവശ്യത്തിന് വെയിലും കൂടെ കൊള്ളുക. So that's the most important thing about vitamin D. സൂര്യപ്രകാശത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്? വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി മാത്രമാണോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ ഡി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ബോൺ ഹെൽത്ത്. ഓക്കെ, അപ്പം റെസ്പിറേറ്ററി ഡിസീസസിനെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. വൺ തിങ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് വൈറ്റമിൻ ഡി ഈസ് ദാറ്റ് ഒരു 200 ജീൻസിനെ എങ്കിലും നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ലൈക്ക് ഈവൻ ഫോർ ഹാർട്ട് ഡിസീസ്, എസ്പെഷ്യലി ഇഫ് യു ആർ എ മാൻ ആൻഡ് ഇഫ് യുവർ വൈറ്റമിൻ ഡി ലെവൽസ് ആർ ലോ, ഐ വിൽ സേ you really have to get it up. കാരണം vitamin D actually helps prevent or protect you from heart disease. It's an independent risk factor if you have low vitamin D. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവേ നമ്മൾ വൈറ്റമിൻ ഡി ലെവൽസ് ചെക്ക് ചെയ്യാറില്ല. ഓക്കെ, അതൊരു വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യു ഡെഫിനറ്റ്ലി ഹാവ് ടു ഗോ ആൻഡ് ചെക്ക് യുവർ വൈറ്റമിൻ ഡി ലെവൽസ് ആൻഡ് ടേക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ആൻഡ് ഗെറ്റ് സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ വൈറ്റമിൻ ഡി നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സൺലൈറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ. പക്ഷേ സൺലൈറ്റിന് വേറെ അതിന് ഇതരമായിട്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വെളിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ താമസിക്കും. ഇഫ് യു വാച്ചിങ് ദിസ് ഫ്രം ഇംഗ്ലണ്ട് യു നോ, വിൻ്ററൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു സീസണൽ എഫക്റ്റീവ്, നമ്മൾ മൂടൊക്കെ താഴോട്ട് പോകത്തില്ലേ. സാഡ് എന്ന് പറഞ്ഞൊരു സിൻഡ്രോം ഉണ്ട്, സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ. ബേസിക്കലി വെൻ ഇറ്റ്സ് ടു ഡാർക്ക് ആൻഡ് ഗ്ലൂമി യുവർ മൂഡ് കംസ് ഡൗൺ. യു നോ വൈ ദാറ്റ് ഇസ്? എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ സൂര്യപ്രകാശം കണ്ണിൽ ഏൽക്കുമ്പം സെറോട്ടോണിൻ എന്നും പറഞ്ഞൊരു മൂഡ് എൻഹാൻസറാണ് ദാറ്റ് ഗെറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗണിലും
നമ്മൾ പുറത്ത് പോയി രാവിലെ എണ്ണീറ്റ് പുറത്ത് ഇറങ്ങണം, കുറച്ച് വെയിൽ നമ്മൾ കാണണം എന്ന് വെച്ചാൽ സൂര്യനെ നേരിട്ട് നോക്കാനല്ല ഉദ്ദേശിക്കുന്നത് രഞ്ജു. വി ഷുഡ് ബി വെരി കെയർഫുൾ. വി ഷുഡ് ലുക്ക് അറ്റ് ദ സൺ വിത്ത് our bare eyes, but just go out and just take in that brightness outside, and that is very important because it produces serotonin in your body. നമ്മുടെ മൂഡ് എലിവേറ്റഡ് ആവും. മാത്രമല്ല ഈ രാത്രി പലരും പറയല്ലേ, എനിക്ക് രാത്രി ഉറക്കമേ വരാറില്ല, താമസിച്ചേ ഉറക്കം വരുന്നുള്ളൂ. That is because you're not able to see morning sunlight. രാവിലെ ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞില്ലേ സെറട്ടോണിൻ, ആ സെറട്ടോണിൻ ആണ് രാത്രി നമുക്ക് ഉറങ്ങാൻ വേണ്ട മെലറ്റോണിൻ്റെ പ്രിക്കോസർ മോളിക്യൂൾ. അപ്പോൾ രാവിലെ എണ്ണീക്കുക. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് സ്ലീപ്പ് അറ്റ് നൈറ്റ്, മേക്ക് ഷുവർ യു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. രാവിലെ എണ്ണീറ്റ് പുറത്ത് വെളിച്ചത്തിൽ പോയി നിൽക്കുക, സൂര്യപ്രകാശം ഏൽക്കുക, then you'll get better sleep. And this is also important for depression. കൊറോണയ്ക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ബാധിച്ച് ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് എന്തൊക്കെ മരുന്നുകളാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രോക്സി ക്ലോറോക്വിനും ഒക്കെയാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അല്ലേ. നാട്ടിലൊക്കെ ആണെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ പലരും ക്ലോറോക്വിൻ ഒരു എന്താ പറയുക പ്രൊഫൈലാക്റ്റിക് ആയിട്ട് എടുക്കുന്നുണ്ട്. ബിക്കോസ് ദാറ്റ്സ് യു ജസ്റ്റ് ടേക്ക് ഇറ്റ് വൺസ് എ വീക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. കോമൺ സാധാരണ ആൾക്കാർ അത് എടുക്കാതിരിക്കും. കാരണം ദർ ഈസ് എ പോസിബിലിറ്റി ദറ്റ് യു കുഡ് ഗെറ്റ് എ ഹാർട്ട് പ്രോബ്ലം വിത്ത് ദാറ്റ്. ലൈക്ക് ECGയിൽ ചെറിയ ഹാർട്ട് അറ്റാക്ക് ഒന്നുമല്ല, വേറൊരു ചെറിയൊരു ഇലക്ട്രിക്കൽ വേരിയേഷൻ ചിലരിൽ കണ്ടുവരുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എ പ്രോമിസിങ് ഡ്രഗ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് US സ്റ്റഡീസിൻ്റെ ഇതിൽ അവർ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട് ക്ലോറോക്വിൻ. മാത്രമല്ല ദേ ഓൾസോ യൂസിങ് റെംഡെസിവിർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ഇബോള ട്രയൽ ഡ്രഗ് ആയിരുന്നു. പക്ഷേ ഇബോളയ്ക്ക് അത് എഫക്റ്റീവേ അല്ലായിരുന്നു. പക്ഷേ അത് അവർ സൂക്ഷിച്ച് വെച്ച് ഇപ്പം ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇറ്റ്സ് ആക്ച്വലി ഇറ്റ് ഈസ് ഹെൽപ്പിങ് സം പീപ്പിൾ റെംഡെസിവിർ. ഓക്കെ, അപ്പം എല്ലാവർക്കും അല്ല, ചിലരില്ല. അപ്പോൾ അതും ഒരു സ്റ്റഡി ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് US പലയിടത്തും. ആൻഡ് UK പലയിടത്തും ദേ യൂസിങ് അത് HIV മെഡിക്കേഷൻസ് 1-2 ആൻറ്റിവൈറൽസ് ഉണ്ട്, അതും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റെംഡെസിവിറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വിത്ത് റിഗാർഡ് ടു മെഡിസിൻസ് ആയിട്ട്. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോൺവാലസൻറ്റ് പ്ലാസ്മ, അതായത് രോഗം മാറിയ ആൾക്കാരുടെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലാസ്മ തിരിച്ച് ദേ ഗിവിങ്, ബിക്കോസ് ദാറ്റ് ഹാസ് ആൻറ്റിബോഡീസ് ടുവേർഡ്സ് ദിസ്. സോ ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് സം പീപ്പിൾ. എല്ലാവരിലും അല്ല, അതും വളരെ ട്രയൽ ബേസിസിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു പേഷ്യൻറ്റിൽ നിന്ന്, ഒരു റിക്കവേർഡ് കോൺവാലസൻറ്റ് പേഷ്യൻറ്റിൽ നിന്ന് അധികം ഒന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ പ്ലാസ്മ. അതുകൊണ്ട് ദേ ആർ ഓൾസോ ട്രൈങ് ടു ഇൻജെക്ട് ദിസ് ഇൻ ടു ഹോസസ് ആൻഡ് ഗെറ്റ് ദ പ്ലാസ്മ ഫ്രം ഹോസസ്. അപ്പം കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുമല്ലോ, ഒരു ഹോസിൽ നിന്ന് ഒത്തിരി കൂടുതൽ കിട്ടത്തില്ലേ. അപ്പോൾ അതും ട്രൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ പൈപ്പ് ലൈൻ. അപ്പോൾ ഒത്തിരി മൊഡാലിറ്റീസ് വഴി ഈ രോഗത്തെ അറ്റാക്ക് ചെയ്യാനും ചെറുത്ത് നിർത്താനും ഒക്കെ ദ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഈസ് റൈറ്റ് ദെയർ ഇൻ ഫ്രണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഐ ഡോണ്ട് തിങ്ക് മോസ്റ്റ് ഓഫ് യു വുഡ് ഹാവ് ഹേർഡ്, ഇറ്റ്സ് കോൾഡ് സിന്തറ്റിക് ആൻറ്റിബോഡീസ്. ഇത് നല്ല രസമുള്ള പരിപാടിയാണ്. നമ്മൾ പണ്ട് സെറോക്സ്കോപ്പി ഒക്കെ എടുക്കത്തില്ലേ, അല്ലെ ഇവൺ നോ. ഓക്കെ, സോ what they do is antibodies and human antibodies and seroscopy pole eduthu, and then they grow that in the lab and it multiply it outside the body, and they again trialing this as something that perhaps can be used. Another thing that they're doing is, especially ICU like ulla patients are using nitric oxide. Because nitric oxide sadharana രീതിയിൽ നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. സോ ദിസ് ഹെൽപ്സ് ഗ്രാബ് മോർ ഓക്സിജൻ. ഓക്കെ, അപ്പം അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു മൊഡാലിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ വാക്സിൻസ് വി cannot be sure. More than 40 labs around the world are actually doing a lot of research. അപ്പം പലതും, കാരണം ഇൻആക്ടിവേറ്റഡ് വൈറസസ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ HIV പോലത്തെ രോഗങ്ങൾക്കും ഡെങ്കു പോലത്തെ രോഗങ്ങൾക്കും ഇത്രയും വർഷമായിട്ടും ഒരു വാക്സിൻ ഉണ്ടായിട്ടില്ല. ഓക്കെ, ദേ ആർ ഓൾസോ വൈറൽ ഇൻഫെക്ഷൻസ്, ദേ ഹാവൻറ്റ് ഹാഡ് എ വാക്സിൻ. സോ നമുക്ക് വാക്സിൻ വരുന്നു എന്നും പറഞ്ഞ് വലിയ ശുഭാപ്തി വിശ്വാസത്തിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഈ വൈറസിൻ്റെ വേറൊരു ഇനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. ആൻഡ് ദർ ഇസ് സേയിങ് ദാറ്റ് ദേ ട്രൈഡ് ഇറ്റ് ഔട്ട് ഓൺ monkeys, they could get an immune response on the monkeys. പക്ഷേ എന്താ പറ്റി, ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ monkeysനെ then they expose them to the infection. They actually got an exacerbated infection. അതായത് something called antibody enhanced reaction to that. So they got it worse basically. So that is also a very important safety feature
thing. So any vaccine that is being made right now, it has to go through stringent safety procedures, and it's very important it does, because we don't want an off chance of getting a reaction to it or something like that. But I'm sure they will, all that safety procedures will happen, and let's hope we get a good vaccine. കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ there is so much we can do, isn't it? We can do so much to optimize our immunity and stay healthy. ലോക്ക്ഡൗൺ കാലത്ത് ഹെൽത്തി ആയിട്ടിരിക്കാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമോ? I've made something called the 7 rainbow rules. അപ്പം ഞാൻ പൊതുവേ എല്ലാ കാര്യങ്ങളിലേക്ക്, if you want to have a good and nice and long life, okay, longevity എന്ന് പറയും, വേണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് ഈ 7 rainbow rules. So I'll just go through that for to be very specific about the coronavirus. So number one thing is toxins. Red rule എന്ന് പറയുന്നത് how to avoid toxins. We do have to avoid the toxin. വൈറസിനെ അവോയ്ഡ് ചെയ്യണം. So use a mask. നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ മാസ്ക് യൂസ് ചെയ്യണം. ഇറ്റ്സ് വെരി ഗുഡ് ദറ്റ് യു ഡു. ലൈക്ക് ദ ചൈനീസ്, യു സീ ലോട്ട് ഓഫ് പീപ്പിൾ, അല്ലെ പല റീസസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ് ഒക്കെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ദേ യൂസ് ലോട്ട് ഓഫ് മാസ്ക് ആൻഡ് ദേ പ്രിവെൻറ്റ് disease transmission. So try and avoid the mask. It's something you need to avoid. Then also bad news. ഒത്തിരി നെഗറ്റീവ് ന്യൂസ് ഈ കോവിഡിനെ പറ്റിയൊക്കെയുള്ള ബാഡ് ന്യൂസ് ഒക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. And that mentally gets us down, and mentally getting us down destroys our immunity. So very important thing. Second thing I have mentioned earlier. No, so the second thing is orange rule, and that is about physical activity. I did mention നമ്മൾ വീട്ടിലിരിക്കുമ്പം വർക്ക് അറ്റ് ഹോം ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു, പക്ഷേ നമ്മളെല്ലാവരും നമ്മളൊരു ഹാഫ് ആൻ അവർ എക്സസൈസ് ഡെയിലി ചെയ്യണം. It should be our routine, because what happens when you do exercise, endorphins are produced, and it also improves our disease fighting capabilities. So the orange rule is about physical activity. Get your half an hour of moderate level physical activity. The yellow rule is about sunlight. As I said earlier, sunlight and vitamin D helps us fight infections better, okay? And even if we get the infection, having a good level of vitamin D, that helps us infection overcome ചെയ്യാനായിട്ട് അത് ഒത്തിരി സഹായിക്കും. അപ്പം യെല്ലോ റൂൾ കഴിഞ്ഞ് എന്താ ഗ്രീൻ റൂളിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ സമയത്ത് കഴിക്കാവുന്ന ചില കാര്യങ്ങളെ പറ്റി പറയാം. One thing, yes, you have to reduce all the fried items, അതൊക്കെ ഉണ്ട്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ നൈട്രിക് ഓക്സൈഡിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? സോ നമുക്ക് ആക്ച്വലി ഫുഡിൽ നിന്ന് നമുക്ക് നൈട്രേറ്റ്സ് കിട്ടും. സോ വാട്ട് ഇസ് നൈട്രേറ്റ് റിച്ച് ഫുഡ്? നമ്മളൊന്ന് ചിന്തിക്കാം. ബീട്രൂട്ട് ജ്യൂസും ബീട്രൂട്ടൊക്കെ ഭയങ്കര നല്ലത്, വെരി റിച്ച് ഇൻ നൈട്രേറ്റ്. സോ ഹാവ് ബീട്രൂട്ട് ഇൻ യുവർ ഡയറ്റ്. ആൻഡ് ഓൾസോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ എല്ലാ ഗ്രീൻ ലീഫ്, എല്ലാ ചീരകൾ, എല്ലാ സ്പിനച്ചുകൾ, വാട്ടർ ക്രസ്, ഇതിനകത്തൊക്കെ നൈട്രേറ്റ്സ് ഉണ്ട്. അപ്പം നൈട്രേറ്റ് റിച്ച് ഫുഡ്സ് കഴിക്കുക. സോ ഇറ്റ് ഇൻക്രീസസ് ദ നൈട്രിക് ഓക്സൈഡ് ലെവൽസ് ഇൻ യുവർ ബോഡി. പിന്നെന്താണ്, ആഫ്റ്റർ ദ ഗ്രീൻ റൂൾ കംസ് എ ബ്ലൂ റൂൾ, ദാറ്റ് ഇസ് ടു ഡ്രിങ്ക് വാട്ടർ. ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ഒരു 1.5 ലിറ്റർ എങ്കിലും കുടിക്കണം. 2 ലിറ്റർ ആണെങ്കിൽ അത്രയും നല്ലത്. സോ ഡ്രിങ്ക് വാട്ടർ. ദെൻ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾ, ദ ഇൻഡിഗോ റൂൾ. ഓക്കെ, അതായത് എന്താ? സ്ലീപ്പ്. യു ഹാവ് ഗോട്ട് ടു സ്ലീപ്പ്. സ്ലീപ്പ് പോലെ ഒരു റെസ്റ്റോറേറ്റീവ് പ്രോസസ്സ് നമ്മുടെ ശരീരത്തിന് വേറൊരു മെക്കാനിസം ഇല്ല. സ്ലീപ്പ് ഹെൽപ്സ് അസ് വിത്ത് അവർ മെമ്മറി, ഹെൽപ്സ് അസ് വിത്ത് അവർ ഇമ്മ്യൂൺ സിസ്റ്റം, ഹെൽപ്സ് അസ് എല്ലാം കൊണ്ടും നമ്മുടെ ബോഡീനെ ശരിക്കും ഒന്ന് എന്താ പറയുക, ഇറ്റ് മേക്സ് എസ് എ ന്യൂ പേഴ്സൺ എവറി ഡേ മോർണിംഗ്. അത് സ്ലീപ്പാണ് ചെയ്യുന്നത്. ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ കുറേ പേര് നിങ്ങൾ കാണുന്നവരൊക്കെ കുറേ നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ യു ഹാവ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. എല്ലാവർക്കും അറിയാം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ കാര്യം, അല്ലേ? നമ്മുടെ ബ്രെയിനൊക്കെ വാഷ് ചെയ്ത് നടക്കുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒന്ന് അല്പം ചുരുങ്ങും, ഒരു 6% ചുരുങ്ങും. എന്നിട്ട് ഈ അതിൽ കൂടെ ഒഴുകുന്ന CSF, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പോയി നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ ടോക്സിനും പേസ്റ്റൊക്കെ എടുത്ത് കൊണ്ടുപോയി കളയും. നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ 1 മണി 2 മണി വരെ ഇരുന്ന് നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നാൽ അതൊന്നും നടക്കത്തില്ല. സോ പ്ലീസ് സ്ലീപ്പ്. ഒരു 7-8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. അതിനുശേഷം ലാസ്റ്റ് റൂൾ ഇസ് ദ വയലറ്റ് റൂൾ. ഇറ്റ് ഇസ് അബൌട്ട് സ്ട്രെസ്. രഞ്ജു, സ്ട്രെസ് എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാമോ? നമ്മൾ സ്ട്രെസ്ഡ് ആവുമ്പം നമ്മളുടെ ഇമ്മ്യൂൺ ഡിഫെൻസസ് ഒക്കെ അങ്ങ് തളർന്ന് ക്ഷീണിച്ചു പോകും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വി കീപ് സ്ട്രെസ് അറ്റ് ബേ. കഴിവതും വീട്ടിൽ വലിയ കലഹമൊന്നും ഉണ്ടാക്കാതൊക്കെ ഇരിക്കുക. പിള്ളേർക്ക് വലിയ പ്രശ്നങ്ങൾ, നമ്മൾ ഇച്ചിരി ചിൽഡായിട്ട്, നല്ലൊരു ടൈമല്ലേ, ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ടൈം നമ്മൾ ജീവിതത്തിൽ കിട്ടുമോ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇരിക്കാം. പക്ഷെ എനിക്കറിയാം കുറേ ഫൈനാൻഷ്യൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒത്തിരി മക്കൾ.
there is. So if you are watching in Australia, you know നമുക്ക് ഒത്തിരി ഹെൽപ്പ് ഗവൺമെൻറ് തരുന്നുണ്ട്. അത് സെൻട്രൽ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കിട്ടാൻ പറ്റുമെന്ന് നോക്കുക. ആൻഡ് ചിലവ് ചുരുക്കുക. ലൈക്ക് ഫുഡും കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചിലവ് ചുരുക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചുരുക്കുക. ബിക്കോസ് ദിസ് ഇസ് എ ലീൻ ടൈം. നാണക്കേടൊന്നും ചിന്തിക്കണം. നമ്മൾ നന്നായിട്ട് ചുരുക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വിൽ വോണ്ട് ഹാവ് മച്ച് ഇഷ്യൂസ് ലൈക്ക് ദാറ്റ് ആൻഡ് ദ ഗവൺമെൻറ് ഇസ് ദയർ ടു സപ്പോർട്ട്. പിന്നെ എന്തെങ്കിലും ഫ്രണ്ട് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യണം. നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ ജസ്റ്റ് സ്വയം വെച്ചുകൊണ്ടിരിക്കരുത്, നമ്മളത് ഷെയർ ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട് ഗ്രീൻ റൂളിൽ, ഷുഗറി സ്വീറ്റ് ഫുഡ്സ് അത് ഒഴിവാക്കണം. ഇറ്റ് ഈസ് എ റിയൽ നോ. കാരണം ഷുഗർ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒരു മയക്കുമരുന്ന് പോലെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന്. അവരങ്ങ് ആ പഞ്ചസാരയൊക്കെ അടിച്ചങ്ങ് കിറങ്ങി അങ്ങനെ ഇരിക്കും. സോ ട്രൈ ആൻഡ് അവോയ്ഡ് വെരി സ്വീറ്റ്. നമുക്ക് ടെംപ്റ്റേഷൻ സ്വീറ്റ് ഫുഡ്സ് കഴിക്കാനല്ലേ വെറുതെ ഇരിക്കുമ്പോൾ. But try and avoid that. So these are the most important things to stay healthy and അമിതവണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ റെഡ്യൂസ്. കാരണം ഒബീസ് പീപ്പിളും വേറെ രോഗങ്ങളുള്ള ആൾക്കാരൊക്കെയാണ് ശരിക്കും കൂടുതൽ കോംപ്ലിക്കേഷൻസ്. സോ ട്രൈ ആൻഡ് റെഡ്യൂസ് യുവർ വെയിറ്റ്, ഡു സം എക്സസൈസ്, ഈറ്റ് ഹെൽത്തിലി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബിക്കോസ് ഇഫ് യു ഈറ്റ് ഹെൽത്തി ആൻഡ് ഞാൻ പറഞ്ഞ ഈ റെയിൻബോ റൂൾസിലെ കാര്യങ്ങളൊക്കെ പാലിച്ചാൽ Renju, I am telling you, you will be able, you are in a better position, far better position to fight the infection than anybody else. ഈ ഷോയിൽ വന്നതിനും നമ്മളോടൊപ്പം ഇത്ര നേരം സ്പെൻഡ് ചെയ്യാൻ കാണിച്ച വലിയ മനസ്സിന് വളരെ നന്ദി. Thank you, Renju. I am really appreciative. Renju reach out ചെയ്തതിനും Flavours of Wheelsന്റെ അടുത്തും. So thank you so much and thank you to everyone who watched this video. സോ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ വെച്ച് പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ. നമ്മളെ കണ്ട് ഒരു ചെവി കൂടെ കേട്ടിട്ട് ചെവി കൊണ്ട് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ ആൻഡ് സ്റ്റേ സേഫ്, ബി സേഫ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുട്ട് ദാറ്റ് ഇൻ യുവർ കമൻസ്. ദെൻ ഐ എം ഹിയർ ഇൻ സിഡ്നി. അപ്പോൾ സിഡ്നിയിലുള്ള ആൾക്കാരാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇൻ ടച്ച്, വി ക്യാൻ ഡു സംതിങ് എൽസ്, എനിത്തിങ് എൽസ് ദറ്റ് വി വാണ്ട് ടു ഡു ഇൻ ദിസ് ടൈം ഓൺലൈൻ ബിക്കോസ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫ്ലേവേഴ്സ് ഓൺ വീൽസ് ആൻഡ് താങ്ക് യു ടു ഓൾ ദ വ്യൂവേഴ്സ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഫ്ലേവേഴ്സ് ഓൺ വീൽസ് വീണ്ടും അടുത്തയാഴ്ച.